എൻ്റെ മോനെ അംഗനവാടി വിടുമ്പോഴേ എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അവൻ ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്തൊക്കെ നല്ല എന്താ പറയുന്നത്, നല്ല സുഖത്തിനൊക്കെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ നിന്ന് അവരെ വിളിച്ചുണർത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് കേട്ടോ. ഞാനിപ്പോൾ അവനെ വിളിച്ചുണർത്തിയപ്പോൾ തന്നെ ഉണർന്നെങ്കിലും കുറച്ച് നേരം കൂടി കിടന്നു കേട്ടോ. എന്നാലും നേരം പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവനെ എടുത്തുകൊണ്ട് ഒന്ന് മൂക്ക് കഴിച്ച് പല്ലിയിപ്പിക്കുകയാണ്. സാധാരണ അവൻ പല്ല് കേൾക്കാറുണ്ട്, എന്നാലും ആ ഉറക്കത്തിൽ നിന്ന് എടുത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. കുളിപ്പിച്ച് വരുന്ന ഒരാൾക്ക് ഭയങ്കര കരച്ചിലും മടിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത്തിരി ഉഷാറായപ്പോൾ ആൾ തനിയെ എൻ്റെ കയ്യിൽ നിന്ന് ബ്രഷൊക്കെ വാങ്ങിച്ച് തനിയെ പല്ലിയപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അവന് കുളിക്കാനായിട്ട് രാവിലെ കുളിക്കണം ഭയങ്കര കരച്ചിലും ബഹളം. എന്താണെന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളത്തിലല്ലേ കുളിപ്പിക്കുക. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അവനെ കുളിപ്പിക്കാതെ ഒന്നും വിടില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ തണുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ഉടുപ്പൊക്കെ കാണിച്ച് കൂളാക്കിയത് ഇടിയിച്ചൊക്കെ ഫുഡ് കഴിക്കാൻ കൊണ്ട് ഇരുത്തി കേട്ടോ. ചില നേരത്തൊക്കെ അവന് ഒരു വണ്ടികളൊക്കെ കൊടുത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ. ഫുഡൊക്കെ കഴിപ്പോൾ കഴിഞ്ഞിട്ട് ആളെന്നോട് കാർട്ടൂൺ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില സമയം അതിന് വേണ്ടി ഭയങ്കരമായിട്ടങ്ങ് വാശി പിടിച്ചാൽ കുറച്ച് നേരമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ടാറ്റയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അംഗനവാടി പോകുന്ന പറഞ്ഞ ആൾ പിന്നെ ഒരുങ്ങാനൊന്നും നിന്ന് തരത്തില്ല കേട്ടോ. അപ്പോൾ വണ്ടിയിലൊക്കെ ടാറ്റയൊക്കെ കൊണ്ടുപോകാം, പുതിയ ബാഗൊക്കെ ഇട്ട് പോവാം, പുതിയ ബാഗൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആളെ ഇങ്ങനെ ഒന്ന് ഒരുക്കാനൊക്കെ നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ പുതിയ സിംഹത്തിൻ്റെ മോഡൽ ബാഗൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. ഏതൊരു മൂഡ് ഔട്ടായിട്ടിരുന്ന് ഞാൻ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഹാപ്പി ആയിട്ടോ. അപ്പം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവനെ കൊണ്ട് തന്നെ ഞാൻ അവനുള്ള ഡ്രസ്സും പിന്നെ സ്നാക്സ് ബോക്സും ഒക്കെ അതിനകത്ത് വെപ്പിച്ചു കേട്ടോ. പിന്നെ ബാഗിനൊപ്പം നമുക്കൊരു റെയിൻകോട്ടും കുടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇടിയിച്ചപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഉണ്ണിപ്പെണ്ണ് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഉണ്ണിപ്പെണ്ണ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിലേ ആയിട്ട് കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് അവനെ റെഡിയാക്കി അങ്ങ് ഇരുത്തി കേട്ടോ. പിന്നെ എനിക്ക് റെഡിയാവാമല്ലോ. പിന്നെ ഞാൻ അവനൊരു കുറിയൊക്കെ വരച്ച് കൊടുത്ത് അവളപ്പോഴത്തേനും മുടക്കമൊക്കെ മാറി ഹാപ്പി ആയിട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അവനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റെഡിയാവാനായിട്ട് അങ്ങ് പോയിട്ടോ. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പുതിയ കുടയൊക്കെ നോത്ത് കാണിച്ചു കൊടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവൻ പോയി കളിപ്പാട്ടമൊക്കെ നിരത്തി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങണം. അപ്പോഴത്തേനും ഉണ്ണിപ്പെണ്ണ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കുട കണ്ടപ്പോൾ ഉണ്ണിപ്പെണ്ണിനാണെങ്കിൽ കുട കണ്ടപ്പോൾ അവൾക്ക് പിടിക്കണം. അപ്പോൾ രണ്ടുപേരും കൂടി കുടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. പിന്നെ ഞാൻ ഉണ്ണിപ്പെണ്ണ് തന്നെ കുട പിടിക്കാൻ കൊടുത്തു കേട്ടോ. അവളും ഭയങ്കര വാശിക്കാരിയാണ് കേട്ടോ. കുട പിടിച്ച് കളിക്കാനാണ് കേട്ടോ ഉണ്ണിപ്പെണ്ണ് നിന്ന് വാശി പിടിക്കുന്നത്. പിന്നെ അവളുടെ ടർക്കിയൊക്കെ തലയിൽ കൂടിയിട്ട് പുതപ്പിച്ചെടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി നമ്മളവിടെയൊക്കെ ടാറ്റ പോവാം. അപ്പോൾ എൻ്റെ മോൻ ചെരുപ്പൊക്കെ ഇട്ട് അംഗൻവാടി പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ടാണ്